ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ ആ തണുപ്പിൽ ഒരു പരിപാടിയുണ്ട്. കാരണം ഇവിടെ ചന്ദ്രഗ്രഹണമാണ്. അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ എനിക്ക് രാത്രി 12:30 ആകുമ്പോഴാണ് ഫുള്ളായിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ പറ്റുക. അപ്പോൾ 8, 10, 8, 11 ചന്ദ്രൻ വന്നിട്ടുണ്ട്. നല്ല പ്രകാശത്തോടെ ചന്ദ്രൻ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കളർ വ്യത്യാസം വരുമ്പോൾ എനിക്ക് തോന്നുന്നത് 12:30 ആവും, 12:30 1 മണിക്ക് ആവും തോന്നുന്നു ഫുള്ളായിട്ട് മാറ്റം വരാൻ. നമുക്ക് അവിടെ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. പക്ഷെ സംഭവം നമുക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ, കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെറിയൊരു പൊട്ട് പോലെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ചെറിയ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ലൈറ്റ് കാര്യങ്ങളാണ് ഞാൻ ഓൾറെഡി ട്രൈപോഡൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. കാരണം എനിക്ക് ഇവിടെ നിന്ന് നേരെ കറക്റ്റ് വിഷ്വലാണ് ചന്ദ്രനിലേക്ക്. എന്തായാലും നന്നായി. ഇങ്ങനെ ഇതെന്തായാലും ഇവിടെ ഒരിക്കട്ട് സെറ്റ് ചെയ്ത പോലെ. കറക്റ്റ് ഫോക്കസിലാണ് ഇരിക്കുന്നത്. കാണാൻ പറ്റുന്ന വേഗം കാണിച്ചേക്കാം. സൂം ചെയ്തിട്ട് കാണിക്കാമേ. ഫുള്ളായി വരുന്നേ ഉള്ളൂ കേട്ടോ. കളർ വ്യത്യാസങ്ങൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ സംഭവം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുക. ചന്ദ്രൻ്റെ മാറ്റം നമുക്ക് നോക്കാം, എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. പക്ഷേ ചന്ദ്രൻ്റെ ഇങ്ങനെയുള്ള ഫോട്ടോസൊക്കെ ഞാൻ പലപ്പോഴും എടുത്തില്ല. ഈ ചന്ദ്രഗ്രഹണത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. ചെറിയ മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്നതും കൂടെ നോക്കുന്നേ എന്തെല്ലാം കോമഡി അയച്ചായ. ഇത് വന്നതേ ചന്ദ്രനെ ഉണ്ട്. നിങ്ങൾക്ക് തോന്നില്ല, എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. ചന്ദ്രൻ ബൈനോക്കുലറിൽ കൂടെ ചന്ദ്രനെ നോക്കുന്ന ആദ്യത്തെ ആള് നിങ്ങളായിരിക്കും. മറ്റേ നീലാംസ്ട്രോങ് ചന്ദ്രന്റെ ഇറങ്ങിന്ന് പറഞ്ഞ പോലെ ചന്ദ്രനെ ബൈനോക്കുലർ കുറച്ച് ദിവസത്തെ ഇടയ്ക്ക് കുറെ വലിയൊന്നും വീഴുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ബൈനോക്കുലർ ഈ സൈഡ് ഉണ്ടല്ലോ ഇങ്ങനെ കറുത്താണേ, കറുക്കാണോ ചോക്കാണോ എന്ത് തേങ്ങയാണോ. അല്ല, ആദ്യം കറുത്ത് വരും, അങ്ങനെയല്ലേ? നിറ വ്യത്യാസം വരുന്നുണ്ട്. മൂടൂലോ, മൂടി വരും. അത് കഴിഞ്ഞിട്ടാണല്ലോ വരും, വന്നാ മതി. അല്ല, എന്നിട്ട് ഇന്ന് ഇവിടെ നിൽക്കണോഴേ ഇപ്പൊ എന്നടാ ചന്ദ്രനിൽ കുളിച്ച് എനിക്കതല്ല, നിങ്ങള് ഈ ഇതും കൊണ്ട് ഇവിടെ നിന്നിട്ടേ അപ്പുറത്തെ വീട്ടുകാരെ ഇറങ്ങി വരുമോന്നാ ഇവന് വട്ട. നീ ആര്? ചന്ദ്രഗ്രഹണ സായിക്കിന് പറഞ്ഞാലും മനസ്സിലാവില്ല. ചന്ദ്രഗ്രഹണം. അയ്യോ, തണുപ്പുണ്ട് കേട്ടോ. അതിൽ ഞാൻ ജാക്കറ്റും ഗ്ലാസ് ഒക്കെ ഇട്ടത്. പക്ഷെ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ചൂടാവും ചെയ്യും. ഇത് തറക്കൽ ഇതിന് മതി. ക്യാമറ എടുത്ത് അകത്ത് കുറച്ചു നേരം കൊണ്ടുവച്ച് ഞാൻ തണുപ്പ് ഈർപ്പടിപ്പിക്കണ്ട. എന്നാ ബൈനോക്കുലർ വെച്ച് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ സംഭവങ്ങളില്ലല്ലോ. കണ്ണോട് കാണാൻ പറ്റുന്നതിനേക്കാളും കുറച്ചുകൂടി ദൂരത്തിൽ കാണാതെ ഉപയോഗിക്കാം. പക്ഷെ ഇതിൽ കാണുമ്പോൾ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. ചെറിയൊരു കണ്ണോട് കാണാൻ പറ്റുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കാണുമ്പോഴേ നമ്മളെ മറ്റേ ടെലസ്കോപ്പ് ഒന്നും ഇല്ലല്ലോ പിടിക്കാനായിട്ട്. എന്നാ ശരി, വാന നിരീക്ഷകൻ ഇവിടെ നിൽക്കേ, ഞാൻ കയറി പോവാ. എനിക്ക് നാളെ പിള്ളേർ സ്കൂളിൽ വിടാനുള്ള. അതിനകത്തേ ഞാൻ ആദ്യം നോക്കിക്കഴിഞ്ഞപ്പോഴേ മറ്റേ മമ്മൂട്ടി മനു അങ്ങോട്ട് കഥ പറഞ്ഞ പോലെ ഇതൊന്നും ഉപയോഗിക്കാണ്ട് ഇതിൻ്റെ അവിടെ എന്തൊരു സാധനം ഇങ്ങനെ അരിച്ചു പോകുന്നില്ലായിരുന്നേ, ഒരു പ്രാണി പോലെ.
ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടുതൽ വേറെ എന്തോ കഴിഞ്ഞു പോകുന്നു പെട്ടെന്ന്. പിന്നെ എനിക്ക് തന്നെ തോന്നി പെട്ടെന്ന് മനുവെങ്കിൽ ഓർമ്മ അതൊന്നും ചെറിയൊരു ഉറുമ്പ് പോലത്തെ നമ്മൾ കറുത്ത ചെറിയ ഉറുമ്പുകളൊക്കെ ഇല്ലേ അതേപോലെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാവരും ചന്ദ്രഗ്രഹണത്തിന്റെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നിൽക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടായിരിക്കും. ഇതുമാതിരി ഒരു കോമഡി വീഡിയോ ഇടുന്ന ആദ്യത്തെ ഫീച്ചർ നിങ്ങളായിരിക്കും. അത് മാറി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്ത് താമസാ, പറഞ്ഞ സമയത്തിനൊന്നും അല്ലേ. ഇന്ന് പറഞ്ഞ സമയത്തിന് വന്നത് ആളൊന്ന് ഉദിച്ചു വന്നു. അത് ശരിയാ, ഉദിച്ചു വന്നത് കറക്റ്റ് ടൈമിൽ വന്നു. പിന്നെ മാറ്റങ്ങളുണ്ട് ചെറിയതായിട്ട് ഒരു സൈഡ് മുതല്. എന്തൊരു സ്പീഡ് കുറവാണോ എന്തോ, നമ്മളെ പോലെ തന്നെ അല്ലേ, അങ്ങനെ പറയാനാണ് വരുന്നത്. ആൾക്കാര് അല്ലെങ്കിൽ നീ ഇത് എന്ത് കരുതിയിട്ടതൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. നിങ്ങൾക്ക് ക്യാമറയുടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ കരുതുന്നു. ചെറിയൊരു ഫുള്ള് റൗണ്ട് മാറി ചെറിയൊരു ബ്ലാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ, ഒരു അപ്പകഷ്ണം കടിച്ച പോലെ. നമുക്ക് ഇതിൽ ലൈവായിട്ട് അത്ര ലോങ് നമുക്ക് കാണിക്കാൻ പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോയ്ക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയുടെ ഇതിനകത്ത് കാണാമല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഇതെടുത്ത സമയം എന്ന് പറയുന്നത് 10:56 സമയം. സാധാരണ നമുക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് 9 മണി 9:45 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ മാറ്റം വന്നു തുടങ്ങിയത് 10:56, ഏകദേശം 11 മണിയുടെ അടുത്തെത്തി. ഇനി ബാക്കിയുള്ള മാറ്റം എത്രത്തോളം എപ്പോഴൊക്കെയാണ് എങ്ങനെയാണെന്ന് അറിയില്ല. വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുവാണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കാം. ചെറിയ മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. പിന്നെ ആകാശത്ത് മനോഹരമായ നക്ഷത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്യാമറയിൽ അത്ര രീതിയിൽ കാണിക്കാൻ പറ്റില്ല, ക്ഷമിക്കുക. ഫസ്റ്റ് ഷോട്ട് കേട്ടോ. സ്റ്റാർട്ടിങ്. പക്ഷെ ഫുൾ മൂണ് നമ്മൾ എത്ര മണിക്ക് എടുത്തടിയുണ്ട്? 8:20 ഫുൾ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ കൊടുക്കാം. മാറ്റം മുഴുവൻ വരുന്നുണ്ട് മോളെ, നോക്കട്ടാ. പെട്ടെന്ന് മാറി വരുന്നുണ്ട്. ഏതാണ്ട് വെള്ള പേപ്പർ കത്തി കഴിഞ്ഞുള്ള ഒരു അല്ലേ, കത്തി കഴിഞ്ഞപ്പോൾ അവർ കറുപ്പ് പിടിച്ച പോലെ ഉണ്ടാവില്ലേ, ആ ഒരു ഫീല്. ഏതാണ്ട് പകുതിക്ക് മേലെ വന്ന് ഭൂമി മറച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. നോക്കണേ, ക്യാമറ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആണോ, പകുതിക്ക് മേലെ മറിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് അത്രയ്ക്കും സൂം ചെയ്ത് മുന്നേ പറഞ്ഞ പോലെ എനിക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ ക്യാമറയുടെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇപ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി 11:30 എനിക്ക്. എന്നാലും ആ ചന്ദ്രൻ്റെ ആ ഒരു റൗണ്ട് കാണാം, ഒരു നിഴൽ. ചന്ദ്രൻ്റെ അല്ല, ഭൂമി കയറി വരുന്ന ഒരു റൗണ്ടിൻ്റെ ഒരു ഇത്, ഈ ഒരു നിഴൽ പോലെ ഇവിടെ നിന്ന് കാണാം. അത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എന്തത് ചൂടുണ്ട് നോക്കി. നോക്കും ഇതിന് കൂടുതൽ എന്താ വേണ്ട. ചന്ദ്രനെ പിടിക്കാൻ വന്നവർക്ക് മുട്ട ഓംപ്ലേറ്റ് ഉണ്ട്. വീടിൻ്റെ പുറകിലായി തന്നെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ട് വലിയ ഉപകാരം. പിന്നെ ആകാശഗംഗ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കാണിക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പോൾ ചന്ദ്രൻ ചെറിയൊരു വര പോലെ മാത്രമേ കേട്ടോ. ഏകദേശം ഒരു 90-95% മൊത്തത്തിൽ അങ്ങ് ഭൂമി വന്ന് കവർ ചെയ്തു. ഞാനൊരു ക്ലിപ്പ് ഒന്ന് എടുത്തിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാവേ. ഉണ്ടോ, ചെറിയൊരു വര പോലെയുള്ളൂ, ബാക്കിയെല്ലാം മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തിട്ടുണ്ടേ. ഇതെൻ്റെ ഒരു 4ാമത്തെ ഫോട്ടോ ആണ് ഇപ്പോൾ എടുത്തതിൽ. ഇപ്പോൾ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഇത് എടുക്കുന്ന ഈ ക്ലിപ്പ് എടുക്കുന്ന സമയം 12 മണിയാണ്. മൊത്തത്തിൽ അങ്ങ് കവറായില്ല, കവറാവാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ചന്ദ്രനെ ഭൂമി മൊത്തം കവർ ചെയ്ത് ഒരു
ഒരു ചെറിയൊരു റെഡിഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം അങ്ങ് കവർ ചെയ്തു. നിങ്ങളെ ഞാൻ കാണിക്കാം. പക്ഷെ ക്യാമറയിൽ അത്രയും റൗണ്ടായിട്ട് വന്നിട്ടില്ല, കണ്ട. പക്ഷേ റെഡിഷ് കളർ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിൽ നിന്ന് മൊത്തം പുറത്തേക്ക് കടക്കുന്നതനുസരിച്ച് റെഡിഷിൻ്റെ കളർ ഇങ്ങനെ കൂടി കൂടി വരും കേട്ടോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നതും. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാം. പിന്നെ ഇപ്പോൾ ഇത് മൊത്തം കവർ ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള സമയം എന്ന് പറയുന്നത് ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത് രാത്രി 12:05 സമയം. ഇപ്പോൾ ഞാൻ അവസാനത്തെ ക്ലിക്ക് ചെയ്തുള്ള സമയം എന്ന് പറയുന്നത് 12:30 12:33 എക്സാക്ട് ടൈം. അന്നേരം ഈ പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു 95-97% നമ്മുടെ മൂണിൻ്റെ കളറ് എന്താ പറയുക റെഡാണ്. ഇത് നമുക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് ക്യാമറയിലെടുത്ത് ഞാൻ കാണിച്ചു തരാമേ. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഫുൾ മുഴുവൻ തന്നെ റെഡും ഒരു ബ്ലാക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൽ നിന്ന് വേറെ മാറ്റമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നതും ഈ ഒരു കളറിന് വേണ്ടിയിട്ടാണെന്ന് ഞാനും വിശ്വസിക്കുന്നു അല്ലേ? എന്തായാലും കാഴ്ചയിലൊരു വ്യത്യാസമായൊരു കളർ. ഞാൻ ഇങ്ങനത്തെ ഒരു കളർ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടൊന്നുമില്ല. മുന്നേ ഇങ്ങനൊരു കളർ ഉള്ള ഒരു മൂണെ കാണാനോ അങ്ങനെ മൂണിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം നടത്തിയിട്ടില്ല. സാധാരണ എടുക്കുന്ന മൂൺ ഈ പറഞ്ഞ മാതിരി ഒന്നെങ്കിൽ ഒരു യെല്ലോ ഇഷോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ഒരു എന്താ പറയുക ഒരു ഗ്രേ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഞാൻ ഓൾമോസ്റ്റ് എപ്പോഴും എടുക്കാറുള്ളൊരു മൂണിൻ്റെ ഒരു കളറ്. എന്തായാലും ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് പല പല സമയങ്ങളിൽ പല പല എന്താ പറയുക മൂണിൻ്റെ ഒരു മാറ്റം നമ്മൾ കുറേ എടുത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മുന്നേ പറഞ്ഞ മാതിരി അതൊരു നല്ലൊരു ഇതാണ്. എന്തായാലും കൊള്ളാം. ഇനി ഇതിൽ നിന്നൊരു മാറ്റം വേറെ ഉണ്ടാവും ഓടിയുണ്ടോ അറിയില്ല. അപ്പൊ നോക്കാം. ഈ പുറത്ത് വരുവാണെങ്കിൽ ഞാൻ മുന്നേ താമസിക്കും. 3 മണി വരെ എങ്ങാണ്ട് എടുക്കും തോന്നുന്നു. അല്ല, ഞാൻ മുന്നൊരു ഇതിൽ പറഞ്ഞായിരുന്നു പുറത്ത് വരുമ്പോൾ വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. അതാവും കൂടുതൽ റെഡ്. എനിക്ക് തോന്നുന്നില്ല പുറത്ത് വരുമ്പോൾ വേറെ മാറ്റം ഉണ്ടാവില്ല. ഇത് തന്നെയായിരിക്കും അല്ല പുറത്ത് വരുമ്പോ പഴയ എന്താ പറയാ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് ഈ 12:33 എന്നുള്ള സമയമായിരുന്നു അവര് പറഞ്ഞിരുന്നത്. നമുക്ക് ഇതിനെ കുറിച്ച് ശാസ്ത്രീയമായിട്ട് വലിയൊരു ധാരണയില്ല. എടുക്കുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്തായാലും കൊള്ളാം അല്ലേ? ഇത് അടുത്തൊരു തവണ വേറൊരാട് ചോദിക്കുമ്പോ പറഞ്ഞെടുക്കാൻ പറ്റൂലോ? അങ്ങനെയല്ല, ഇനി കുറച്ചു നേരം കൂടെ നിക്കുന്നില്ലേ? അതോ എന്തായാലും എത്ര നിന്നല്ല അല്ലേ? കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. വേറൊരു മാറ്റം ഉണ്ടാവില്ലയോ എന്നുള്ളത്. അല്ല, ഇനി ബ്ലഡ് മൂൺ ആവുമെന്ന് തോന്നുന്നില്ല. അല്ല, ഇതിൽ നിന്നുള്ള പുറത്തേക്ക് കിടക്കുന്ന അകത്തേക്ക് എങ്ങനെ കയറിയോ അതേപോലെ തന്നെ എക്സിറ്റ് അടിച്ചു വരുന്ന എൻട്രി മാത്രമല്ല ആയിട്ടുള്ളൂ. ട്രാവൽ ചെയ്യുന്നതോ എയർപോർട്ടിൽ ഇതൊരു തരം ട്രാവലിംഗ് ആണല്ലോ അല്ലേ? അപ്പൊ അടുത്ത സ്റ്റേജ് നോക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു കുറച്ച് യെല്ലോ ആയിട്ട് വരുന്നുണ്ട്. കണ്ട നീ എടുത്തു നോക്കുന്നോ? മാറി മാറി വരുന്നതിന്റെ ഒരു നമ്മള് ഫുൾ മൂണിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മള് തിരിച്ച് വീട്ടിലേക്ക് കയറി. ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഏകദേശം 1:15 പിന്നെ ഇനിയുള്ളത് മൂൺ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പഴയ രൂപത്തിലാവുക എന്നുള്ളതാണ്. ബ്ലഡ് മൂൺ കാണുക എന്നുള്ളതായിരുന്നു ടാർഗറ്റ്. ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താ, ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഏകദേശം പറഞ്ഞ പോലെ 1:15 ഇന്നലെ ഉറക്കം തെറ്റി, ഇന്നും ഈ പറഞ്ഞ മാതിരി ലേറ്റായി. പിന്നെ ഈ വർഷത്തിൽ ഒരിക്കലല്ലേ കിട്ടുള്ളൂ എന്ന് കരുതിയിട്ട് ചാടി ഇറങ്ങി പുറപ്പെട്ട് എടുത്തതാണ്. എങ്കിലും എടുത്ത എല്ലാ ഫോട്ടോസും എനിക്ക് ഏകദേശം ഇഷ്ടമായി. നമ്മളെടുത്ത ഫോട്ടോസൊക്കെ നമ്മുടെ വെബ്സൈറ്റിനകത്തും leosfocus.com www.leosfocus.com അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും ലിയോസ് ഫോക്കസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലായാലും നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ എടുത്തിരിക്കുന്ന വീഡിയോയും നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും ലിയോസ് ഫാമിലി വ്ളോഗ്സ് എന്റെ ദൈവമേ മൊത്തം എല്ലായിടത്തും കുമ്പിടിയാ. അപ്പോൾ കാണാം. ശരിയെന്നാ അടുത്തൊരു വീഡിയോയില് പുതിയൊരു വിശേഷവുമായി നമ്മുടെ കഴിവുകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും.